ഹായ് കൂട്ടുകാരെ, അപ്പം ഞാൻ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല കേട്ടോ. കുറച്ച് നാളായിട്ട് എല്ലാവരും എന്നോട് ചോദിക്കുന്നവരെ ഞാൻ എവിടെ പോയി എന്നുള്ളത് പേഴ്സണലായിട്ട് മെസ്സേജസും അല്ലാതെ നേരിട്ട് അറിയുന്നവരൊക്കെ ചോദിക്കുന്നത്. നിന്നെ ഇൻസ്റ്റയിലും കാണാനല്ലോ യൂട്യൂബിലും കാണാനല്ലോ, എവിടെ പോയി എന്ന്. ഞാൻ എവിടെയും പോയിട്ടില്ല കേട്ടോ, ഞാനിവിടെ തന്നെ ഉണ്ട്. പോയത് നമ്മളെ ചേട്ടച്ചാരാ. സാറ് പോയിട്ട് ഇപ്പോൾ ഏകദേശം 1 മാസമാണ്. ഈ സാറ് ഏട്ടൻ പോയ സമയത്തൊക്കെ ഞാൻ ഓക്കെ ആയിരുന്നു, കംഫർട്ടായിരുന്നു. പക്ഷെ ആൾ പോയി കഴിഞ്ഞതിന് ശേഷം കുറച്ച് നാൾ കഴിഞ്ഞപ്പോൾ ഉള്ളിൽ കെട്ടിക്കിടന്ന വിഷമങ്ങളൊക്കെ ഇങ്ങനെ ഓരോന്നോരോന്നായി പുറത്തേക്ക് വരാൻ തുടങ്ങി. അതിപ്പോൾ എല്ലാവരും അവസ്ഥ ഇതൊക്കെ തന്നെ ആയിരിക്കില്ലേ, ഞാൻ മാത്രമല്ല. അപ്പോൾ ഞാൻ ഇന്ന് ഈ വീഡിയോ ചെയ്യാൻ കാരണം വേറെ ഒന്നുമല്ല, ഈ വീഡിയോ സ്പെഷ്യലായിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത് എൻ്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്. എൻ്റെ ഹസ്ബൻഡിന് മാത്രം പറയുന്നില്ല, എല്ലാ പ്രവാസികളായിട്ടുള്ള ചേട്ടന്മാർക്കും ചേച്ചിമാർക്കും അനിയത്തിമാർക്കും അനിയന്മാർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാട്ടോ. അപ്പോൾ ആദ്യം തന്നെ അവർക്കെല്ലാവർക്കും ഒരുപാട് എന്താ പറയുക നന്മകൾ വരട്ടെ എന്ന് പ്രാർത്ഥിക്കുക ഞാൻ. കാരണം എന്ന് ഞാൻ പ്രാർത്ഥിക്കുമ്പോൾ എല്ലാവരും കൂട്ടി എല്ലാവരും ഓർക്കാറുണ്ട്. കാരണം സ്വന്തം കുടുംബത്തെ വിട്ട് വേറെ അന്യരാജ്യത്ത് പോയി കിടക്കുമ്പോൾ അവരെ വിഷമം നമ്മൾ കണ്ടില്ല. എത്ര ചിരിച്ച് സന്തോഷിച്ച് നമ്മളെ മുന്നിൽ നിന്ന് കഴിഞ്ഞാലും അവരെ ഉള്ളിലുള്ള വിഷമം നമ്മളൊരിക്കലും നമ്മളെ കാണിച്ചു തന്നിട്ടില്ല. എത്ര വിഷമം ഉണ്ടെന്നുണ്ടെങ്കിലും ശരിക്കും അറിയുന്ന ഒരാളാട്ടോ ഞാൻ. പിന്നെ എല്ലാവർക്കും ഒരു വിചാരം ഉണ്ടാവില്ലേ, ഈ പ്രവാസികളായ ആൾക്കാരെ വീട്ടിൽ ഒരുപാട് പൈസ ഉണ്ടാവും, അവർക്ക് അങ്ങനെ പ്രാരാബ്ദങ്ങളുണ്ടാവില്ല, അവർ ഹാപ്പിയാണെന്നൊക്കെ. പക്ഷെ അങ്ങനെയൊന്നും അല്ല കേട്ടോ. നമ്മളിവിടെ നിൽക്കുന്ന അതേപോലെ തന്നെ അവിടെ നിൽക്കുമ്പോൾ അവർ കിട്ടുന്നത് 1 രൂപയെങ്കിൽ 1 രൂപ അത് മിച്ചം വെച്ചിട്ടാണ് നമുക്ക് ഇങ്ങോട്ട് അയച്ചു തരുന്നത്. ഇവിടെ നിൽക്കുമ്പോൾ അങ്ങനെയല്ല, 1 രൂപ ഉണ്ടെങ്കിൽ 2 രൂപേൻ്റെ ചിലവ് അവർ വെച്ചിട്ടാവും നിൽക്കുന്നത്. ഒരു എക്സാമ്പിൾ പറയണമെങ്കിൽ എൻ്റെ ഏട്ടൻ തന്നെ, ഏട്ടന് നാട്ടിലായിരുന്ന സമയത്ത് കിട്ടുന്ന പൈസ അന്നന്ന് കൂലിപ്പണിയായിരുന്നു, അന്നന്ന് കിട്ടുന്ന പൈസ അന്നന്ന് ചിലവാക്കുന്ന ഒരാളായിരുന്നു കേട്ടോ. നാളത്തേക്കെന്നും പറഞ്ഞ് എടുത്ത് വയ്ക്കാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ആൾ പോയ ശേഷം കിട്ടുന്ന പൈസ കറക്റ്റായിട്ട് ആവശ്യത്തിന് പോലും എടുക്കാറില്ല എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. അങ്ങനെ നമുക്ക് അയച്ചു തരും. നമ്മളെ കാര്യങ്ങളൊക്കെ കറക്റ്റായിട്ട് നടത്തും. നാട്ടിലുള്ളവർ സമാധാനമായിട്ട് സന്തോഷമായിട്ട് നിൽക്കട്ടെ എന്നൊക്കെ കരുതിയിട്ടായിരിക്കും നമ്മൾ അയക്കുന്ന പൈസ. നമ്മൾ അതിൻ്റെ ഒരു വാല്യൂ മനസ്സിലാക്കിയിട്ട് ചിലവാക്കാൻ നോക്കുക കേട്ടോ. കാരണം അത്രയും പൊരി വെയിലത്ത് അവിടെ കിടന്ന് ഒരു നേരത്തെ ആഹാരം മാത്രം ചിലപ്പോൾ കഴിച്ചിട്ടാവും അവർ ആ പൈസയൊക്കെ സേവ് ചെയ്യുന്നത്. കാരണം 3 നേരം ഭക്ഷണം കഴിച്ചാൽ അത്രയും കുറയല്ലോ എന്ന് കരുതിയിട്ട് നല്ലൊരു ഭക്ഷണം കഴിക്കാൻ കൊതിച്ചിട്ടുണ്ടാവും, നല്ലൊരു ഡ്രസ്സ് വാങ്ങിയിടാൻ കൊതിച്ചിട്ടുണ്ടാവും. അതൊന്നും ആലോചിക്കാതെ നമുക്ക് ഇങ്ങോട്ട് തന്നെയാണ്. നാട്ടിലുള്ളവർ സന്തോഷമായിട്ടിരിക്കട്ടെ, സമാധാനമായിട്ടിരിക്കട്ടെ, അവർ നല്ല ഡ്രസ്സ് ഇടട്ടെ, മക്കൾ നല്ലപോലെ പഠിക്കട്ടെ, മക്കളുടെ ആഗ്രഹങ്ങളൊക്കെ നടക്കട്ടെ എന്നൊക്കെ. പക്ഷെ നമ്മളെ മക്കളോട് പറഞ്ഞു കൊടുക്കണം, നമ്മളെ അച്ഛൻ അല്ലെ അമ്മ ഇങ്ങനെ അവിടെ കിടന്ന് കഷ്ടപ്പെട്ട് അയച്ചു തരുന്ന പൈസയാണ്, അതിന് ഇന്ന വാല്യൂ ഉണ്ടെന്ന് നമ്മളിപ്പോഴേ പറഞ്ഞ് മനസ്സിലാക്കിയാലേ നമ്മൾ മക്കൾക്ക് ഇതാവത്തുള്ളൂ. കാരണം അല്ലെങ്കിൽ പ്രവാസിമാരായ അച്ഛന്മാർ എന്നും അവർക്ക് വരുന്ന സമ്മാനങ്ങളും അവർക്ക് വരുന്ന വെറും എന്താ പറയുക ആവശ്യങ്ങൾ നിറവേറ്റാനുള്ള ഒരാളായിട്ട് മാത്രം കാണുള്ളൂ. അച്ഛനെന്നും അച്ഛൻ്റെ സ്ഥാനത്ത് തന്നെ നല്ലൊരു കൂട്ടുകാരനായിട്ട് നിലനിൽക്കണമെങ്കിൽ കൂടെയുള്ള അമ്മമാരും ഒന്ന് സപ്പോർട്ട് ചെയ്ത് നിന്നാലേ നടക്കത്തുള്ളൂ കേട്ടോ. ഞാൻ വലിയ ആൾ കളിക്കാൻ വേണ്ടി പറഞ്ഞതൊന്നല്ല, കുറേ നാളായി ഇങ്ങനെയൊക്കെ ഒന്ന് പറയണം എന്ന് എഴുതിയിട്ട്. അപ്പോൾ വന്നു എന്നുള്ളൂ. അപ്പോൾ ഒരു കാര്യം, പിന്നെ പ്രവാസികളായ ആളെ ഭാര്യമാരെ കാണുമ്പോൾ എല്ലാവരും കരുതും ഹാപ്പിയാണ്, നമ്മളൊന്ന് ഒരുങ്ങി നടന്ന പ്രശ്നം, നമ്മളൊന്ന് ചിരിച്ച് കളിച്ച പ്രശ്നം. അത് വിഷമമില്ലാഞ്ഞിട്ടല്ല, ഏറ്റവും കൂടുതൽ വിഷമം അനുഭവിക്കുന്നത് ഇപ്പോൾ അവരാവും. കാരണം ഒരുപാട് ഒന്നിച്ച് ജീവിക്കണമെന്ന് ആഗ്രഹിച്ചിട്ട് ആകെ കൂടെ കിട്ടുന്നത് വർഷത്തിൽ അല്ലെങ്കിൽ 2 വർഷം 3 വർഷമൊക്കെ കൂടുമ്പോൾ കിട്ടുന്ന ആകെ 10-60 ദിവസങ്ങളാവും. ആ ദിവസങ്ങളിൽ എന്താ ആ വരുന്ന സമയത്ത് ഒരുപാട് ഹാപ്പി ഉണ്ടോ, പിന്നെ നമുക്ക് ഉള്ളിൽ ടെൻഷനായി പോകാനാവുമല്ലോ, വീണ്ടും ഒറ്റയ്ക്കാവുമല്ലോ, മക്കളെയും കൊണ്ട് ഒറ്റയ്ക്കാവുമല്ലോ, അങ്ങനെയുള്ളൊരു ചിന്തയാണ് കേട്ടോ. നമുക്കൊരു വിഷമം വരുമ്പോൾ തല ചായ്ക്കാനൊരു തോള് നമ്മളെടുത്തുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളത്ര ഒന്നും എന്താ പറയുക സങ്കടപ്പെടില്ല കേട്ടോ. പിന്നെ വേറൊരു പ്ലസ് പോയിൻ്റ് എന്താണെന്ന് വെച്ചാൽ, ഞാനെന്ന് വെച്ചാൽ പെട്ടെന്ന് ഡൗൺ ആയി പോകുന്ന ഒരാളായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ അങ്ങനെയല്ല കേട്ടോ. ഏത് പ്രതിസന്ധിയിലും പിടിച്ചു നിൽക്കാൻ പറ്റും എന്നുള്ളൊരു ഉറപ്പ് എനിക്കുണ്ട്. ഏട്ടനടുത്തില്ല എന്നുണ്ടെങ്കിലും എപ്പോഴും എൻ്റെ കൂടെ ഉണ്ട് എന്നുള്ളൊരു ചിന്തയിൽ ഞാൻ ഇപ്പോഴും പോകുന്നത്.
എത്രയും പെട്ടെന്ന് നാട്ടിൽ സെറ്റിൽ ആവാൻ പറ്റട്ടെ എന്ന് ആഗ്രഹിക്കുക കേട്ടോ. അപ്പം എല്ലാവരും എല്ലാ പ്രവാസികൾക്കും ഒരുപാട് സ്വപ്നങ്ങളുണ്ടാവില്ലേ, കുടുംബത്തോടൊപ്പം നിൽക്കണം, സന്തോഷമായിട്ട് നിൽക്കണം. നിങ്ങൾ കഴിയുന്നുണ്ടെന്നുണ്ടെങ്കിൽ നമ്മളെ കൊണ്ട് പറ്റുന്ന ഒരു ഇതാണെന്നുണ്ടെങ്കിൽ മക്കളെ കൂടെ നിൽക്കാൻ പറ്റുന്ന സമയം മക്കളെ കൂടെ തന്നെ നിൽക്കുക. കാരണം അവർക്ക് ഇപ്പം കിട്ടേണ്ടത് അച്ഛൻ്റെയും അമ്മേൻ്റെയും സ്നേഹവും കരുതലാണ്. ആ സ്നേഹവും കരുതലും കണ്ട് തന്നെ മക്കൾ വളരണം. എന്നാലേ നല്ല മക്കളായിട്ട് നാളെ ഈ സമൂഹത്തിൽ ഉണ്ടാകത്തുള്ളൂ. ഞാൻ ഇപ്പം ഇന്ന് ഈ വീഡിയോ ആയിട്ട് വന്ന് വേറെ ഒന്നുമല്ല, കുറേ നാളായിട്ട് കുറേ പേര് ചോദിക്കുക ഞാനെന്താ ഇൻസ്റ്റയിൽ തന്നെ കാണാനല്ല, യൂട്യൂബിൽ കാണാനല്ല, ഒന്നിലും അങ്ങനെ ആക്റ്റീവ് അല്ല, എന്താ കാരണം ചോദിച്ചു ഒരുപാട് പേരായി വരുന്നു. പേഴ്സണലായിട്ടും കാണുമ്പോഴും അങ്ങനെ ഇങ്ങനെയൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഏട്ടൻ പോയതിൻ്റെ ഒരു ചെറിയൊരു ഡിപ്രഷനിലാന്ന് വേണമെങ്കിൽ പറയാം. ഒക്കെ ശരിയായി, നമ്മൾ പഴയ പോലെയൊക്കെ വരും. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. കേട്ടാ.